യാത്ര വെറും കാഴ്ചകൾ കാണാനല്ല, ഓർമ്മകളും അനുഭവങ്ങളും മനസ്സിൽ തൊടുന്ന ചില നിമിഷങ്ങളും ചേർന്ന ഒരു ജേണി. വഴിയിലുടനീളം നല്ല മഴ, മലമുകളിൽ മൂടൽമഞ്ഞ് താഴേക്കിറങ്ങുന്ന പോലെ. ഇപ്പോൾ നമ്മൾ എത്തിയത് വയനാട്ടിലെ ഒരു പീസ്ഫുൾ റിസോർട്ടിൽ. ചുറ്റും കാടുകൾ, മൂടൽമഞ്ഞ്, മഴത്തുള്ളികൾ. ഇവിടെയുള്ള തണുപ്പ് ശരീരത്തിലും മനസ്സിലും ഒരു പുതുമ പോലെ തോന്നുന്നു. ഓരോ ശബ്ദവും ഒരു കാം പ്ലസ് പീസ്ഫുൾ ഫീൽ തരുന്നു. സ്വിമ്മിംഗ് പൂളിൽ നീലവെള്ളത്തിൽ മേഘങ്ങളുടെ റിഫ്ലക്ഷൻ. അവിടെ നമുക്ക് ഉള്ളിലുള്ള ഫെറ്റീഗ് എല്ലാം മറന്ന് ഞങ്ങൾ ആ വെള്ളത്തിൽ ഇറങ്ങി കുളിച്ചു. തണുത്ത വെള്ളം ശരീരത്തെ തൊട്ടപ്പോൾ ഒരു ഫ്രഷ് പ്ലസ് പീസ്ഫുൾ എനർജി മുഴുവൻ ശരീരത്തിലും നിറഞ്ഞു. ചിരിയും സ്പ്ലാഷും. ആ നിമിഷങ്ങളെല്ലാം ഒരു ബ്യൂട്ടിഫുൾ മെമ്മറിയായി മാറി. അടുത്ത ദിവസം രാവിലെ ചൂടുള്ള ചായ, ഒരു പെർഫെക്റ്റ് മൗണ്ടൻ മോർണിംഗ്. അടുത്ത യാത്ര ചൂരൽമല വഴിയിലുടനീളം ചെറിയ ഗ്രാമങ്ങൾ, പച്ചപ്പിന്റെ എൻഡ്ലെസ് വ്യൂ. ഓരോ കിലോമീറ്ററും ഒരു ന്യൂ ഫ്രെയിം പോലെ. പിന്നീട് നമ്മൾ എത്തിയത് മുന്തക്കൈ പ്രദേശത്തേക്ക്. ഇവിടെയുള്ള സ്കൂൾ, വീടുകൾ, ഒരുപാട് ജീവിതങ്ങൾ തൊട്ടുനിന്നിരുന്ന ഒരു നാട്. ഈ സ്ഥലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രകൃതിയുടെ ശക്തിയും മനുഷ്യരുടെ ജീവിതവും എത്ര ഡെലിക്കേറ്റ് ആണെന്ന്. ഇപ്പോൾ യാത്രയുടെ ഹൈലൈറ്റ് മോമെന്റ്, ഗ്ലാസ് ബ്രിഡ്ജ്. താഴേക്ക് നോക്കുമ്പോൾ കാട് മുഴുവൻ കാണാം. ഗ്ലാസിന് മുകളിലൂടെ നടക്കുമ്പോൾ ഒരു ത്രില്ലിംഗ് ഫീലിംഗ്. ഹൃദയം പടപടാൻ മിടിക്കുന്നു. പക്ഷേ കാഴ്ചകൾ മൈൻഡ് ബ്ലോയിങ് ആണ്. നേച്ചർ ഫീൽ. മേഘങ്ങൾ താഴെ, കാടുകൾ താഴെ. നമ്മൾ ആകാശത്തിൽ നടക്കുന്നത് പോലെ ഒരു ഇല്യൂഷൻ. ഇവിടെ സൈലൻസ് പോലും ബ്യൂട്ടിഫുൾ ആണ്. നേച്ചറിന്റെ പ്യുവർ വേർഷൻ. അവസാനം നമ്മൾ എത്തിയത് ഒരു ഹൃദയഭൂമി പോലെ തോന്നുന്ന സ്ഥലത്തേക്ക്. അല്ല, ഹൃദയഭൂമിയിൽ തന്നെ ജീവിതം അവസാനിച്ചെങ്കിലും ഓർമ്മകൾ നിലനിൽക്കുന്ന ഒരു സ്ഥലം. നിശബ്ദതയിൽ പോലും കഥകൾ പറയുന്ന ഒരു ഭൂമി. ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒന്നാണ്, മൗനമായ ഒരു പ്രാർത്ഥനയും ആദരവും മാത്രം. ഈ യാത്ര നമ്മെ പഠിപ്പിച്ചത് ഇതാണ്: സന്തോഷവും ദുഃഖവും, അഡ്വഞ്ചറും ഓർമ്മകളും എല്ലാം ചേർന്നതാണ് ജീവിതം. കണ്ണൂർ മുതൽ വയനാട് വരെ ഒരു ലൈഫ് ടൈം ഇമോഷണൽ ജേർണി.